ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ സച്ചി വീട്ടുകാരും കൂടി ഒരു കല്യാണത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രവീന്ദ്രൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ ഈ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അമ്മാവനാണ് ബീര എന്ന് പറയുന്നത്. അതായത് ശ്രുതി മലേഷ്യയിൽ നിന്ന് വരുന്ന അവളുടെ അങ്കിളായിട്ട് ചെറിയച്ഛനായിട്ട് അഭിനയിപ്പിച്ച ആളാണ് ഈ കല്യാണ ചെക്കൻ്റെ അമ്മാവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ എപ്പിസോഡിൽ അവിടെ ഇവിടേക്കായിട്ട് ഇവർ കണ്ടുമുട്ടുന്ന സീൻസൊക്കെ കണ്ടുമുട്ടും, ഇപ്പോൾ കാണും എന്നുള്ള ഒരു സീൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും കാണില്ല കേട്ടോ. പല സന്ദർഭത്തിൽ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ തന്നെ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ചെക്കൻ്റെ അമ്മാവനെ പരിചയപ്പെടുത്തി തരാട്ടോ, ആൾ നല്ലൊരു മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്, നല്ല സ്വഭാവമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട്. പരിചയപ്പെടുത്തി തരാമെന്ന് പറയുന്നുണ്ട്. പരിചയപ്പെടാൻ പോകുമ്പോഴേക്കും അത് നടക്കാതെ പോകും. അപ്പോൾ വേറെ എന്തെങ്കിലും തിരക്ക് വരും കേട്ടോ. അപ്പോൾ തിരക്കിൽ പെട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെ കല്യാണം അവസാനം കഴിഞ്ഞു. സച്ചി രേവതിയും കൂടിയാണ് മുൻകൈ എടുത്തിട്ട് ഈ കല്യാണം നടത്തുന്നത് കേട്ടോ. എല്ലാ ചിലവുകളും അധികമൊക്കെ അവരാണ് വഹിക്കുന്നത്. പിന്നെ എല്ലാ കാര്യത്തിലും രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കുന്നത് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രവീന്ദ്രനും ശ്രുതിയൊക്കെ പോയി. പിന്നെ അന്ന് തന്നെ വർഷയും ശ്രീകാന്തും കൂടി ഈ കല്യാണം കഴിഞ്ഞിട്ട് അവരൊരു ട്രിപ്പിന് പോവാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെയും പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് സച്ചി രേവതി അവിടെ ഉണ്ട്. അപ്പോഴാണ് അവിടെ ഒരു മോഷണം നടക്കുക. അതായത് കല്യാണ പെണ്ണിൻ്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടാണ്. അപ്പോൾ അവർ രേവതിയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവരെ പിടിക്കും. അങ്ങനെ കുറച്ച് കശപിശയൊക്കെ ഉണ്ടാവുന്ന സീൻസൊക്കെ ഉണ്ട്. ആ കശപിശ ഉണ്ടാവുന്ന ഇടയിൽ രേവതിക്ക് കയ്യിലൊരു കത്തി കൊണ്ടൊരു മുറിയാവും. പിന്നെ അതിൻ്റെ ഒരു സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ രേവതി കയ്യിൽ മുറിവൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഹാളിൽ, അത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ റെസ്റ്റ് എടുക്കുകയാണ്. ഈ മുറിയായപ്പോൾ ശശി ചോദിക്കുന്നുണ്ട്, രേവതി വേദന കൂടുതലുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോവാമെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കുഴപ്പമില്ല സച്ചി ചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ മാമനും പോകാൻ നിൽക്കുമ്പോഴാണ് ഈ രവീന്ദ്രൻ്റെ സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, ഇങ്ങനെയൊക്കെ നടന്നു, കല്യാണ പെണ്ണിൻ്റെ ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കാൻ നോക്കി, പക്ഷെ എൻ്റെ കൂട്ടുകാരൻ്റെ മക്കളുള്ളതുകൊണ്ട് അത് തന്ത്രപൂർവ്വം അവരത് തിരിച്ച് വാങ്ങി തന്നു. ഞങ്ങളുടെ ഈ കല്യാണം നടക്കാൻ തന്നെ കാരണം അവരാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്, സഹായിച്ചതൊക്കെ അവരാണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ അവരെ കാണുന്ന വേണം, അവരെ ഒന്ന് അഭിനന്ദിക്കണ്ടേ, ഈ കല്യാണത്തിന് ഇത്രയും കൂടെ നിന്നിട്ടും ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ കൂടെ നിന്നു, മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒന്ന് കാണണം, അഭിനന്ദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വരികയാണ് കേട്ടോ. അപ്പോൾ ആൾ അവിടെ നിന്ന് 2 മാലയൊക്കെ എടുത്തിട്ട് വരുന്നത്, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഈ മാല 2 എണ്ണം കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മുന്നിൽ ഈ രവീന്ദ്രൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തെത്തിയപ്പോൾ ഇവരിങ്ങനെ രവീന്ദ്രൻ്റെ സച്ചി രേവതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാലയായിട്ട് ഇയാൾ വരുന്നതാണ്. ഇയാൾ ആ ഹോളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ മുഖം കാണുമ്പോൾ ഇയാൾക്ക് ആകെ ടെൻഷനായി. കാരണം എല്ലാ കള്ളിയും വിളിച്ചിട്ടാവണല്ലോ, മലേഷ്യയിൽ നിന്ന് ആണ്, ശ്രുതിയുടെ ചെറിയച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വന്ന ആൾ പെട്ടെന്ന് ഇവിടെ ഈ കല്യാണത്തിൽ, അതും കല്യാണ ചെക്കൻ്റെ മാമനാണെന്നൊക്കെ പറയുമ്പോൾ സത്യം വെളിച്ചത്താവുന്നുള്ളത് മനസ്സിലായിട്ട് ആൾക്ക് നല്ല ടെൻഷനോടെയാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരാണ് ആ ചാക അന്തം വിടും ഇയാളേനെ ഇവിടെ കാണുമ്പോൾ. ശ്രുതി വലിയ ബിൽഡപ്പ് ഇട്ട് വെച്ച കാര്യങ്ങളാണല്ലോ. അപ്പോൾ ശ്രുതി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ പറയും, ഇതാണ് കല്യാണ ചെക്കൻ്റെ അമ്മാവനാണിത്, ഇയാളിവിടെ ടൗണിൽ തന്നെ ഇറച്ചിക്കട നടത്തുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കല്യാണത്തിന് ഉണ്ടാകുന്ന പാചകക്കാരൻ വയ്യാണ്ടായപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഇയാളാണ്. എല്ലാം ഇയാൾ നന്നായി ചെയ്യും. അപ്പോൾ നല്ല സ്വഭാവമുള്ള ആളാണ്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറിവൊക്കെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സാഹസികമായിട്ട് നിങ്ങളത് സ്വർണ്ണമൊക്കെ തിരിച്ച് മേടിച്ച് തന്നൂലോ എന്നൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം, ഒന്ന് അഭിനന്ദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അത് കയ്യിൽ മാലയൊക്കെ എടുത്തിട്ട് വന്നത് എന്ന് പറയണം. അപ്പോൾ സച്ചി അറിയുന്നുണ്ട്, ഓ
അത് ഞങ്ങളെന്തിനാ അഭിനന്ദിക്കുന്നത്? ഇതൊക്കെ ചെറിയ കാര്യമല്ലേ. നല്ല മനസ്സുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഈ അങ്കിളിനെയല്ലേ അഭിനന്ദിക്കേണ്ടത്. ഞങ്ങളൊക്കെ എന്തിനാണ് അഭിനന്ദിക്കുന്നത്? ഈ മാല അങ്കിളിന് തന്നെ ഇരിക്കട്ടെ. അവരുടെ ആ 2 മാലയും അയാളുടെ കഴുത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇയാൾ ഇത്ര നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കൂട്ടുകാരൻ അച്ഛൻ്റെ കൂട്ടുകാരൻ പറയുന്നത് തങ്കപ്പെട്ട സ്വഭാവമാണ്, തങ്കപ്പെട്ട മനുഷ്യനാണ്, ഒരു കള്ളവും ചതിയും ഒന്നുമില്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്കും രേവതിക്കും ആകെ ചിറിയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, ഒരു കള്ളവും ചതിയൊന്നും ഇല്ലാത്ത മനുഷ്യനാണല്ലേ, അപ്പം ഇയാളെ തന്നെയല്ലേ അഭിനന്ദിക്കേണ്ടത്, എന്നും ഇങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. സച്ചിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടി ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, വലിയ പൈസ ഉള്ള കൂട്ടരൊന്നും അല്ല തോന്നുന്നു അല്ലേ ചെക്കൻ്റെ വീട്ടുകാരെന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ പൈസയൊക്കെ നോക്കുന്നത്, നല്ല കുടുംബക്കാരാണ് അവർ, അതുപോലെ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അത് മാത്രം മതിയോ, നല്ല പൈസ ഉള്ള വീട്ടുകാരാ കാണിച്ചാൽ നമുക്കത് പറയുമ്പോൾ ഒരു ഗമയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ശ്രുതിയും വർഷം ആദ്യം തൊട്ടേ പണക്കാരിയാണ്. ശ്രുതിയാണെന്ന് വെച്ചാൽ മലേഷ്യയിലാണ്, മലേഷ്യക്കാരൻ്റെ മകളാണ്. മലേഷ്യയിൽ അവളുടെ അച്ഛന് കോടിക്കണക്കിന് ബിസിനസ്സാണ് നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, പൈസ എന്ന് പറയുന്ന സംഭവം ഇന്ന് വരും നാളെ പോകും, പക്ഷെ നല്ലൊരു സ്വഭാവം, നല്ല കുടുംബമാണെന്ന് വെച്ചാൽ അത് എന്നും അങ്ങനെ തന്നെ ഇരിക്കും, നന്നായി പെരുമാറുന്ന ആളുടെ സ്വഭാവം എന്നും അങ്ങനെ തന്നെ ഇരിക്കും. പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, നിങ്ങൾ അങ്ങനെ പറയുള്ളൂ, കാരണം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ ഒരു പൂ കെട്ടുന്നവളല്ലേ, ഞാൻ കൊണ്ടുവന്ന 2 മരുമക്കളും നല്ല പണക്കാരികളാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുള്ളൂ എന്ന് പറയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ സമയത്താണ് സച്ചി രേവതി അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അപ്പോൾ വേഗം ഓടി വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞു, എല്ലാവരും പോയോ ചോദിക്കുമ്പോൾ എല്ലാവരും പോയി എന്ന് പറഞ്ഞു. അപ്പം ചെക്കൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയില്ലെന്നില്ല, അല്ല പോയില്ല, വിളിച്ചതാണ്, പക്ഷെ ഞങ്ങൾ പോയില്ല എന്ന് പറയണേ. അപ്പോൾ എന്ത് പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു ചടങ്ങ് ഇവിടെ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് ചടങ്ങ്, അതൊക്കെ ഉണ്ട്, എവിടെ, സുധി ഷോപ്പിലേക്ക് പോയോ എന്ന് പറയാം. ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് പൗഡർ ഏട്ടത്തിന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നു. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാണ് എന്നെ വിളിച്ചത്, ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഷോറൂമിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് പറയാണ്. ഓ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ, എന്നിട്ട് സച്ചി കുറച്ച് വിടുവായത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചില മനുഷ്യന്മാർ അഭിനയിക്കുകയാണ്, ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വേഷമൊക്കെ ഇന്ന് അഴിഞ്ഞു വീഴും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതിയോട്, എന്ത് പറ്റി, സച്ചിക്ക് എന്താ പ്രശ്നം, നിൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നല്ല ഡോക്ടറെ എന്തെങ്കിലും കാണിക്കുക, അല്ലാതെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ രേവതി പറഞ്ഞു, സച്ചിയേട്ടൻ കാര്യമില്ലാതെ ഒരു കാര്യം പറയില്ല, ഇപ്പോൾ പറഞ്ഞതൊക്കെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ തെളിച്ച് എന്താ വെച്ചാൽ പറയേ, അല്ലാതെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാണ്. അച്ഛാ, ഇവിടേക്ക് ഒരു അങ്കിൾ വരുന്നുണ്ട്, ആളാണ് ഇവിടെ ചടങ്ങുകൾ നടത്തുന്നത് എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ആരാ അത്, അതൊക്കെ ഉണ്ട്, വരുമ്പോൾ കാണുമല്ലോ, രേവതി ആളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. രേവതി പോയിട്ട് വിളിച്ചിട്ട് വരികയാണ്. വിളിച്ചിട്ട് വരുമ്പോൾ എന്താണ്, അത് ബീരാനായിരിക്കും കേട്ടോ, 2 മാലയൊക്കെ ഇട്ടിട്ട് ആൾ വരുന്നുണ്ട്. അപ്പോൾ ആളെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ്. പക്ഷേ ശ്രുതിയും ചന്ദ്രമതിയും വേഗം ഓടി ചെന്നിട്ട്, വായു പറഞ്ഞിട്ട് വരൂ പറഞ്ഞിട്ടൊക്കെ കുറഞ്ഞിരുത്തുന്നുണ്ട്. എന്തോ ഒന്നും പറയാണ്ട് വന്നത്, നിങ്ങൾ എപ്പോഴാണ് വന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കണം. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്കറിയായിരുന്നു, ചെറിയച്ഛൻ നിന്ന് വരുന്നത് നിനക്കറിയായിരുന്നു ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത്, ഞാനൊരു സ്ഥലത്തു നിന്ന് കണ്ടപ്പോൾ ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, ആ മാലയൊക്കെ ഞാനിട്ട് കൊടുത്തതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പേടിച്ചിട്ട് സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ, അവർക്ക് എന്തെങ്കിലും മനസ്സിലായെന്നില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഓ നീയാണോ, നിനക്ക് എന്താ ആവശ്യമുണ്ട് സച്ചി, ചെറിയച്ഛൻ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വന്നതായിരിക്കും, വല്ല മീറ്റിംഗ് ആയിട്ട്, ചെറിയച്ഛനെ ഇവർ ബുദ്ധിമുട്ടിച്ചു, വായോ നമുക്ക് ചെറിയച്ഛൻ എവിടെയെങ്കിലും റൂം എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ അവിടെ പോയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ സച്ചി പറയും, എങ്ങോട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, വന്ന കാര്യം നടപ്പാക്കാതെ നമ്മൾ എങ്ങോട്ടും പോവില്ല എന്ന് പറയാണ്. ഇയാളാണെന്ന് വെച്ചാൽ
ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഒന്നും മിണ്ടാണ്ട് തല കുനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് അത് തരാൻ വന്നതായിരിക്കുമല്ലേ ചെറിയേച്ചൻ, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ക്യാഷ് പറയുമ്പോൾ ചന്ദ്രമതിയുടെ കണ്ണൊന്നും ഇതാവുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയും ക്യാഷിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇയാൾ നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണം കഴിച്ച ചെക്കൻ്റെ മാമനാണ് എന്ന് പറയണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതെങ്ങനെ ഇവരെവിടെ കിടക്കുന്നു, മലേഷ്യയിൽ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു, പിന്നെ ഇവരൊരു പാവപ്പെട്ട കുടുംബത്തിലല്ലേ കല്യാണം കഴിച്ചിരുന്നത്, മലേഷ്യക്കാർ ശ്രുതിയുടെ ഫാമിലി പറഞ്ഞാൽ റിച്ച് ഫാമിലി അല്ല, ഇവരുമായിട്ട് എങ്ങനെ ബന്ധം, നീ വെറുതെ ഓരോന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സച്ചി പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ശ്രുതി നിനക്കറിയോ, നിങ്ങളുടെ കുടുംബക്കാരാണോ അവരെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛന് ഇനിയും മനസ്സിലായില്ല, അച്ഛൻ എന്താ എപ്പോഴും നല്ല രീതിക്ക് ചിന്തിക്കണേ, അതല്ല, ശ്രുതി ഈ പൗഡർ എടുത്ത് ഇതുവരെ ശ്രുതിനെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളിനെ ഇവർ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന ചെറിയച്ഛൻ മാത്രമാണ്, ഇയാൾ ശരിക്കും മലേഷ്യക്കാരനൊന്നാണ്, ഇയാൾ മലേഷ്യയിൽ പോയിട്ടേ ഇല്ല, ഇയാൾക്ക് ഇതുവരെ പാസ്പോർട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് മലേഷ്യയിൽ പോവുക, ഇയാൾ ഇവിടെ ടൗണിൽ ഇറച്ചിക്കട നടത്തുന്ന ആളാണെന്ന് പറയാണ്. അപ്പോൾ എല്ലാം കയ്യോടെ പൊക്കി, ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതി അപ്പോൾ അത്രയും കാലം പറഞ്ഞതും ആ സമയത്ത് പറഞ്ഞതും ഒക്കെ നുണയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ സത്യമാണ് ചോദിക്കുമ്പോൾ ശ്രുതി അങ്കിൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാവാൻ നോക്കുന്നുണ്ട്. ശ്രുതി കരയാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുകയാണ്, നീ ഇന്നെ ആൻറ്റി വിളിച്ചിട്ട് എൻ്റെ പുറകെ നടന്നിരുന്നത് എന്നെ ഇങ്ങനെയൊക്കെ ചതിക്കാനും കളിപ്പിക്കാനും ആണോടി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് ഇവളുടെ ചെറുട്ടത്തേക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ മുടി പിടിച്ച് വലിച്ച് പുറത്തേക്കാക്കുന്നുണ്ട്. ഇനി മുതൽ നീ ഈ വീട്ടിൽ വേണ്ട, നിന്നെ ഇത്രയും മാത്രം വിശ്വസിച്ചിട്ട് നീ മലേഷ്യയിലാണ്, അതാണ് ഇതാണ് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു അല്ലേന്ന്, ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരഞ്ഞ് കാല് പിടിക്കാൻ നോക്കുന്നുണ്ട്. ശ്രുതിയാണെന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്കും അറിയില്ല. എന്തായാലും സത്യം ഒരു ദിവസം എന്തായാലും നമ്മൾ എത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും അത് ഒരു ദിവസം പിടിക്കപ്പെടുന്ന ചെയ്യും. ആ ഒരു ലെവലിലാണ് ശ്രുതി എത്തി നിൽക്കുക. ശ്രുതിനെ ചന്ദ്രമതി അത്രയും ദേഷ്യത്തിലാണ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സീൻസൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മലേഷ്യ കഥയൊക്കെ പൊളിയുന്ന എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്